എൻ.സി.പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പി.സി. ചാക്കോ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. പാർട്ടി പിളർക്കുമെന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് സൂചന. രാജിയെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, എൻ.സി.പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പി.സി. ചാക്കോ എന്താണ് രാജിയിലേക്ക് കടക്കാനുള്ള കാരണം? വിവരങ്ങൾ. നാൾക്കുനാൾ മാറിമറിഞ്ഞുകൊണ്ടിരുന്ന ക്ലൈമാക്സുകൾക്കൊടുവിൽ എൻ.സി.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജിക്കത്ത് അവരുടെ ദേശീയ നേതാവ് ശരത് പവാറിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഏറെ നാളായി ഇവിടെ എൻ.സി.പിയിലെ രണ്ട് വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞു നിന്നുകൊണ്ട് നടത്തിയ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് പലപ്പോഴായി കേരള രാഷ്ട്രീയം വേദിയായത്. പ്രധാനമായും എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിപദവിയിൽ എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ കക്ഷിയായി നിന്ന് ചരട് വലിച്ച പി.സി. ചാക്കോയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എ.കെ. ശശീന്ദ്രൻ വിഭാഗവും ഒപ്പം പി.സി. ചാക്കോയെ ഒപ്പം നിൽക്കുന്ന ആളുകളും തമ്മിൽ തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള പിടിവലി തന്നെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരുവാൻ പി.സി. ചാക്കോ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ പാടെ പരാജയപ്പെടുകയായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ എ.കെ. ശശീന്ദ്രന് CPIM-ൻ്റെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും വലിയ പിന്തുണ ലഭിച്ചതോടെ തന്നെ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവർ വളരെ ശക്തരാവുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട ആക്രമണമെന്ന് വേണമെങ്കിൽ വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും പി.സി. ചാക്കോയോടൊപ്പം കൂട്ടുനിന്നിരുന്ന തോമസ് കെ തോമസ് കൂടി കളം മാറി ചവിട്ടിയതോടുകൂടിയാണ് നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നതോടുകൂടി പി.സി. ചാക്കോ കഴിഞ്ഞ ദിവസം രാജിക്കത്ത് സമർപ്പിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം തുടരും. ആ സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇനി തോമസ് കെ തോമസ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ പി.സി. ചാക്കോ വീണ്ടും രാജിവെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ ലാവണത്തിലേക്ക്, അതായത് കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഈ എൻ.സി.പി രണ്ടായി പിരിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം UDF-നെ പിന്തുണച്ച് മാറാനുള്ള സാധ്യത ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പി.സി. ചാക്കോ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് തോമസ് കെ തോമസും എ.കെ. ശശീന്ദ്രനും വീണ്ടും ഒറ്റക്കെട്ടായി മാറിയതോടുകൂടി തന്നെ പി.സി. ചാക്കോ ഇവിടെ ഒറ്റപ്പെടുകയായിരുന്നു. മാത്രവുമല്ല, തോമസ് കെ തോമസിനെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എ.കെ. ശശീന്ദ്രൻ വിഭാഗം നടത്തുന്ന ചരടുവലികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ പി.സി. ചാക്കോയോടാണ് ശരത് പവാറിന് താല്പര്യം കൂടുതൽ. കാരണം ദേശീയ നേതാവെന്ന നിലയ്ക്ക് അത്തരത്തിൽ സംസ്ഥാനത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ് പി.സി. ചാക്കോ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പി.സി. ചാക്കോയെ തൽക്കാലം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയോ തള്ളിപ്പറയുകയോ വേണ്ട എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി.സി. ചാക്കോയുടെ രാജി നിലവിൽ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തോടൊപ്പം തന്നെ ഒത്തുചേർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം പി.സി. ചാക്കോയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് പോകാൻ എന്ന നിലയിൽ പി.സി. ചാക്കോ തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം രാജിവെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ ചേരിതിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. കാരണം എ.കെ. ശശീന്ദ്രൻ 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം ഒഴിയണം എന്നുള്ള അവകാശവാദവുമായി തോമസ് കെ തോമസ് ആദ്യം രംഗത്തെത്തിയിരുന്നുവെങ്കിലും പിന്നീട് അത് ദേശീയ നേതൃത്വം തോമസ് കെ തോമസിനൊപ്പം ചേർന്നെങ്കിലും മുഖ്യമന്ത്രി തൽക്കാലം എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട നിലപാട് കടുപ്പിച്ചതോടെയും ഇടതുമുന്നണി അതിന് പിന്തുണ നൽകിയതോടുകൂടിയുമാണ് തോമസ് കെ തോമസ് അല്പം ശാന്തനായി ഈ മന്ത്രിസ്ഥാനം എന്ന അവകാശവാദത്തിൽ നിന്നും പിന്മാറിയത്. എന്നാൽ പി.സി. ചാക്കോ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം വേണം എന്നുള്ള അവകാശവാദത്തിൽ ഉറച്ചു നിന്നിരുന്നു. അവസാനം തിരുവനന്തപുരത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പി.സി. ചാക്കോ നടത്തിയ പരാമർശങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ മാറുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ അതിൽ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തോമസ് കെ തോമസിന് ഒപ്പം നിൽക്കാതെ പി.സി. ചാക്കോ ഒറ്റയാനായി മാറുകയും ഇപ്പോൾ തോമസ് കെ തോമസും എ.കെ. ശശീന്ദ്രനും ഒരു വിഭാഗമായി മാറുകയും ചെയ്തു. ഇവർക്ക് പൂർണ്ണ പിന്തുണ LDF-ൽ നിന്ന് ലഭിക്കും എന്ന് ഉറപ്പായതോടുകൂടിയാണ് പി.സി. ചാക്കോ വീണ്ടും ഈ തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പല ജില്ലാ
ജില്ലാ കമ്മിറ്റികളിലും PC ചാക്കോയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്ക് ഇങ്ങനെയുള്ളൊരു മുന്നോട്ട് പോക്ക് ഒരു പക്ഷേ തനിക്ക് തന്നെ ദോഷമാകുമെന്ന് PC ചാക്കോയ്ക്ക് വ്യക്തമായൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം PC ചാക്കോയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് എത്തിയ ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള 2 നേതാക്കൾ, അതായത് MP സുരേഷ് ബാബു എന്ന് പറയുന്ന 2 നേതാക്കന്മാർ AK ശശീന്ദ്രൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് അത് ഒരു അന്വേഷണമായി മാറിയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് NCPയുടെ കേരള ഘടകത്തിൽ ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് ഇപ്പോൾ PC ചാക്കോ തൽസ്ഥാനം, അതായത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുമുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ രാജി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇനി എടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെയായും ഒരു മറുപടിയും ലഭ്യമായിട്ടില്ല. ദേശീയ അധ്യക്ഷൻ കൂടിയായ ശരത് പവാർ ഇതുവരെയായും രാജി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും PC ചാക്കോയ്ക്ക് ഇനി കേരള ഘടകത്തിൽ ഏറെ നാൾ ഒറ്റയനായി പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരത്തിൽ പാർട്ടിയിൽ പല ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗം ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മടങ്ങിപ്പോകണമെങ്കിൽ UDFയിലേക്ക് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ NCPയിൽ പക്ഷേ ഒരു പിളർപ്പിലേക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിളർപ്പിലേക്ക് പോയാൽ തന്നെയും ഒരു MLA ഒപ്പം കൂട്ടാനോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ വലിയ ആൾബലമുള്ള നേതാക്കന്മാരെ ഒപ്പം നിർത്തുവാനോ PC ചാക്കോയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്ത് നിലപാടായിരിക്കും PC ചാക്കോ സ്വീകരിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഹരിത. ശരി ബിനോയ്, NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. പാർട്ടി പിളർക്കുമെന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് സൂചന. എന്നാൽ രാജിയെക്കുറിച്ച് അറിയില്ലെന്നാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. വിവരങ്ങളാണ് D ബിനോയ് നൽകിയത്.